ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഈവനിങ്ങിൽ മക്കൾ പറഞ്ഞു ഭയങ്കര വിശപ്പും എന്തെങ്കിലും ഉണ്ടാക്കി തന്നു. അപ്പോൾ ഇതാ കിടക്കുന്നൊരു ബ്രെഡ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ടി മസാല ബ്രെഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനായിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ബ്രെഡ് ഒന്ന് പാനിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നന്ന ഫ്രൈ ആവണം, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. ഇനി സെയിം പാനിൽ തന്നെ നമ്മളിത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആ ഒരു ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടാകുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഒരു ഹാഫ് ഉള്ളിയാണ് കേട്ടോ, ഫുള്ള് വേണ്ട, ഹാഫായിട്ടുള്ള ഒരു ഉള്ളി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് പച്ചച്ചുവ മാറുന്നത് വരെ വരട്ടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഏകദേശം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്, ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നൊരു വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ കൂടി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനിയാണ് അതിലേക്ക് ഇടുന്നത് ഒരു ഹാഫ് തക്കാളിയും ഒരു ഹാഫ് ക്യാപ്സിക്കുമാണ്. അത് രണ്ടും കൂടി ഇട്ടിട്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഒരു മുട്ട എടുത്ത് സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഉപ്പും കൂടി ഇട്ട് അതിനെ ചിക്കി എടുക്കണം. എല്ലാം ഈ ഒരു പാനിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്, പാത്രം കഴുകൽ ലാഭിക്കാനാണ് കേട്ടോ. ശേഷം അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും പിന്നെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും കൂടി എടുത്തിട്ട് അതിലും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യമുള്ളത്രയൊക്കെ ഇടാം കേട്ടോ, അത് കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം കൂടി ആഡ് ആക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം അത് മിക്സ് ആയിക്കോട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ബ്രെഡിലേക്ക് പിടിച്ച് വരും. അപ്പോഴേക്ക് നമ്മളെ മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ടല്ലേ. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതൊരു കട്ടൻ ചായൻ്റെ കൂടി ഇതും കൂടി ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും.